അങ്ങേറ്റം ആഗ്രഹിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനിച്ച ആദരിച്ച വ്യക്തിത്വത്തിന്റെ പേരാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതിന് നിദാനമായി ചരിത്രം പറയുന്നത് കാണാം. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമുണ്ട്. സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറയുന്നത് കാണാം. ഇത് ഖാല യൂസുഫ് لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിന്റെ കഥ പിതാവിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്ന സന്ദർഭമുണ്ട്. ആ സമയത്താണ് എന്താ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഇത് ഖാല യൂസുഫ് ലിഅബീ, തന്റെ പിതാവിനോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാ അബതി, ഓ എന്റെ പിതാവേ, ഇന്നി റഅയ്തു ഞാൻ കണ്ടിട്ടുണ്ട് 11 നക്ഷത്രങ്ങളെയും അതിന്റെ കൂടെ ശംസും അതുപോലെ സൂര്യനും ചന്ദ്രനും അതുപോലെ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും അതിന് ചുറ്റുമായുള്ള എല്ലാം ആ ഒരു ഗ്രഹത്തിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതായ എല്ലാ ഗാലക്സി കൂട്ടങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറയുന്ന സമയത്ത് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫിനോട് പറഞ്ഞ മറുപടി, മോനെ, ഒരാളോടും പറയരുത് മോനെ, നിന്റെ ജ്യേഷ്ഠന്മാരോട് പോലും നീ ഇത് പറയാൻ പാടില്ല. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ യൂസുഫിനോട് പറയുന്ന സന്ദർഭമുണ്ട്. പക്ഷേ അല്ലാഹു തആല അത് ഒഴിവാക്കുകയാണ്. എങ്ങനെയാണ് ഒഴിവാക്കാൻ കാരണം? സ്നേഹം കൂടുതലാണ് കാരണം മറ്റുള്ള മക്കൾക്കൊന്നുമില്ലാത്ത പരിഗണനയാണ്, സ്നേഹമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്. മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത പരിഗണനയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠന്മാരായ മറ്റു സഹോദരന്മാർക്ക് കാര്യം മനസ്സിലായി. എന്തോ ഇഷ്ടമാണ്, ഞങ്ങളോട് ആരോടുമില്ലാത്ത വല്ലാത്തൊരു ഇഷ്ടമാണ് യൂസുഫിനോട് പിതാവ് യാക്കൂബിനെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. അവർ തീരുമാനിച്ച സമയമുണ്ട്. അവർ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട നമ്മുടെ പുണ്യജനനുള്ള യൂസുഫ്, ആ യൂസുഫിനെ മാത്രം നമ്മൾ കളിക്കാൻ കൂട്ടാറില്ല. നമ്മൾ കളിക്കാൻ പോകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കാറുണ്ട്, യൂസുഫിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ യൂസുഫിനെ ഞങ്ങളെ കൂടെ അയക്കുമോ എന്ന് ചോദിക്കുമ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇല്ല എന്ന് പറഞ്ഞ് ഒരു വട്ടം മാറിയപ്പോഴാണ് അവർ പറയുന്നത്, ഓ പിതാവേ, അത് നമ്മുടെ ചോരയാണ്, യൂസുഫ് നമ്മുടെ സ്വന്തം അനുജനാണ്, അതുകൊണ്ട് ഞങ്ങളെ കൂടെ വിടൂ, നമ്മൾ കുഞ്ഞു പോലെ നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട അനുജനല്ലേ എന്ന് പറയുമ്പോഴും 8 or 9 മാത്രം പ്രായമുള്ള, ഏറി വന്നാൽ 7 or 8 മാത്രം പ്രായമുള്ള കുഞ്ഞുമോനായ യൂസുഫിനെ ജ്യേഷ്ഠന്മാരെ കൂടെയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വിടുന്നത്. പക്ഷേ പറഞ്ഞു വിട്ട് ഏകദേശം നടന്ന് കൊടുങ്കാട്ടിലൂടെയാണ് നടക്കുന്നത്. ഇതുവരെ പുറംലോകം കാണാത്ത യൂസുഫ്, കുഞ്ഞു യൂസുഫ് 4 ഭാഗത്തേക്കും നോക്കുകയാണ്. 4 ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോ കാടിലൂടെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുഞ്ഞു യൂസുഫ് പറയുന്നത്, എനിക്ക് പേടിയാകുന്നു, ഭയമാകുന്നു എന്ന് പറയുമ്പോ മൂത്ത ജ്യേഷ്ഠൻ പറയുന്നു, ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് ആ തന്റെ പൊന്നനുജനെ തോളിലേക്ക് ചാർത്തി വെക്കുകയാണ്. തോളിലേക്ക് കൊണ്ട് അവർ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു വിജനമായ സ്ഥലത്തെത്തുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തന്റെ തോളിലിരിക്കുന്ന മനുഷ്യൻ, തന്റെ ജ്യേഷ്ഠനായ മനുഷ്യൻ, ശീസ് എന്ന് പറയുന്ന മനുഷ്യൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തറയിലേക്ക് ഒരൊറ്റ അടിയാണ്. സുബ്ഹാനല്ലാഹ്,
സ്വന്തം പിതാവ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചില്ലേ എന്തിനാണ് എന്റെ മകനെ കൊണ്ടുപോകുന്നത്, യൂസുഫിനെ വേണോ എന്ന് ചോദിക്കുമ്പോ പക്ഷേ യൂസുഫിനോടുള്ള വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പ്രണയമാണ്, അവർക്ക് ആർക്കും ലഭിക്കാത്ത വല്ലാത്ത സ്നേഹം യൂസുഫിന് കിട്ടിയെന്ന് കണ്ടപ്പോ അവർ തീരുമാനിച്ചു യൂസുഫിനെ ഇല്ലാതെയാക്കണം, യൂസുഫിനെ ഇല്ലാതെയാക്കണം. കാരണം നമുക്ക് ആർക്കും കിട്ടാതെ ഇവരെ നമ്മളോട് നല്ല സ്നേഹമാണ്. അങ്ങനെയുള്ള ചില മക്കളുണ്ട്, ചില പിതാക്കൾക്ക്, ചില മാതാപിതാക്കൾക്ക് ചില മക്കളോട് ഒരു പ്രത്യേക വാത്സല്യം, അത് മറ്റുള്ളവരുടെ സ്നേഹയിലായിട്ടല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. ഒന്നെങ്കിൽ അച്ചടക്കത്തിലായിരിക്കാം, ഒന്നെങ്കിൽ പഠിപ്പിലായിരിക്കാം, മറ്റൊന്നല്ലെങ്കിൽ അനുസരണ പറഞ്ഞ പോലെ അനുസരണയാണ് മൈനിങ്. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മക്കൾ കൂടുന്നതിന് സാധാരണ സ്വാഭാവികമായി രക്ഷിതാക്കൾക്ക് ഒരു പ്രത്യേക ഒരു മമതയുണ്ടാകും എന്ന് കരുതി അത് മറ്റുള്ളവരോട് ഇല്ല എന്നല്ല, പക്ഷെ എങ്കിലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. മക്കളെ കൂടുന്നതിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇനി അങ്ങനെ ഒരു ഇഷ്ടം തന്നെ കുട്ടിക്കോ അത് പ്രകടിപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരിൽ അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് ഈ ചരിത്രം പഠിപ്പിക്കുകയാണ്. അപ്പൊ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂത്ത ജ്യേഷ്ഠന്റെ തോളിലിരിക്കുന്ന തന്റെ മുന്നണിയെ തറയിലേക്ക് അടിക്കുകയാണ്. തറയിലേക്ക് അടിച്ച് വീണ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കരയാൻ തുടങ്ങി. ചരിത്രം പറയുന്നത് കാണാം, ആ 7 ജ്യേഷ്ഠന്മാരെയും 9ഓളം വരുന്ന 6ഓളം വരുന്ന ജ്യേഷ്ഠന്മാരെ മുമ്പിലേക്ക് സാമിന്റെയും ആഫീസിന്റെയും മുന്നിൽ വെച്ചുകൊണ്ട് പൊന്നുമോനായ യൂസുഫ്, ചെറിയ കുഞ്ഞായ യൂസുഫ് വാവിട്ട് കരഞ്ഞു പോയി, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണേ എന്ന് കൊല്ലാൻ പോകുന്ന ഒരാട് ചെറിയ കുഞ്ഞാട് കരയുമ്പോലെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജ്യേഷ്ഠന്മാരെ കാലി പിടിച്ച് കരയുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, സ്വന്തം കൂടപ്പറപ്പുകൾ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആ കൊല്ലാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ അവരെ കാല് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് എത്തിക്കളെ എന്ന് പറയുമ്പോ അവർ പിന്നെയും വിളിച്ചു കൊണ്ടുപോവുകയാണ്. നിലത്തൂടെ വിളിച്ചു കൊണ്ടുപോയി, ഇളന്നവന്റെ മോനായ യൂസുഫിനെ നിലത്തൂടെ വിളിച്ചു കൊണ്ടുപോയി, കാലിന് പിടിച്ചിട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സ്വന്തം ചോരയെ, സ്വന്തം ഒരു അനുജനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ, ഒരു ദയയും കൂടാതെ കാലിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ആ കാലിൽ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ടോ ഒരു കിണറ്റുണ്ട്, വലിയ പൊട്ടക്കിണറാണ്. ഇന്നും അവിടെ പോയാൽ കാണാൻ സാധിക്കും, അതിന്റെ ആയം വളക്കാൻ കഴിയില്ല. ഏകദേശം 300 അടിയോളം താഴ്ചയുണ്ട്. സുബ്ഹാനല്ലാഹ്, 300 അടി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട്? ഒരു കണ്ണെത്താ ദൂരത്തോളമല്ലേ 300 അടിയോളം താഴ്ചയുള്ള കിണർ. ആ കിണറിലേക്കാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി ജ്യേഷ്ഠന്മാരെ കൊണ്ടുപോയി വന്നത്. എന്നിട്ടോ നേരെ ഇടുന്ന സമയത്ത് ഇടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരാൾ വന്ന് പറയുന്നു, യാഫീസ് എന്ന് പറയുന്ന, സാഗ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ വന്ന് പറയുന്നു, കിണറ്റിലേക്ക് ഇടേണ്ട താമസം ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് തായോട്ടേക്ക് ഇടാൻ പോവുകയാണ്. അപ്പയാൾ മൂത്തയാൾ തടഞ്ഞു വെച്ചത്, വേണ്ട വേണ്ട, കല്ലിടണ്ട. എന്തിനാ കല്ലിടാൻ പോയത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ നോക്കണം ആ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന്. അല്ലാഹു തആല ഖുർആനിലൂടെ അത് പറയുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് റമദാനെ അതിലേക്ക് കെട്ടിച്ചു കൊണ്ടുവരാം. ആ ക്രൂരമായ കൃത്യത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത് കാണാം. വല്ലാത്തൊരു മനോഭാവമാണ്, വല്ലാത്തൊരു സൈക്കോയാണ് അവർ കാണിച്ചത്. ദൂരം 300 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇട്ടിട്ട് അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി, മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വലിയൊരു ഭീമാകാരമായ കല്ല് കൊണ്ടുപോയി ഇടാൻ വേണ്ടി പോകുമ്പോ മറ്റുള്ളവർ അതിനെ തടയുകയാണ്. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു അനുജനാണ്, ചോരയാണെന്ന ചിന്ത ഏതോ ഒരുത്തന് വന്നു പോയി. അവൻ പറഞ്ഞു, വേണ്ട വിട്ടേക്ക്, അവിടെ കടന്നങ്ങനെ മരിച്ചുകൊള്ളും. കിണറ്റിലാണ് 300 അടിയാണ്, രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല, ഒരു സാധ്യതയുമില്ലാത്ത കിണറ്റിലാണ് യൂസുഫ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് കല്ലിടുന്നവൻ അവിടെ നിന്ന് മാറ്റുകയാണ്. പക്ഷേ നിങ്ങളറിയോ, 300 അടി താഴ്ചയുള്ള കിണറിന്റെ അടിയിലേക്ക് യൂസുഫ് പോയിട്ടില്ല. അപ്പോഴേക്കാണ് അവിടെ വന്നത് നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം.
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. തായോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്ന യൂസുഫിനെ മെല്ലെ താങ്ങിപ്പിടിച്ചു മഹാനായ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. കെട്ടിലേക്ക് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ജിബ്രീലേ, എന്റെ യൂസുഫ് പോ. അവിടെയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മെല്ലെ താങ്ങിപ്പിടിക്കുകയാണ്. താങ്ങിപ്പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയി ഒരു ചെങ്കുത്തായ ഒരു പാറയുടെ മുകളിലേക്ക്, കിണറ്റിന്റെ അടിഭാഗത്ത് കുറച്ച് മേലെയായ ഒരു വലിയ പാറയുണ്ട്. ആ പാറയിൽ കൊണ്ടുപോയി പൊന്നുമോനെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ടോ പിന്നെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനാകാൻ പോകുന്ന യൂസുഫിനെ അല്ലാഹു പോറ്റുകയാണ്. എല്ലാ ദിവസവും ഭക്ഷണവുമായി കൊണ്ട്, സ്വർഗത്തിലെ അന്നപാനീയങ്ങളുമായി കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വരികയാണ്. യൂസുഫിന് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 8 or 9 പ്രായമുള്ള പൊന്നുമോനാണ്. ആ യൂസുഫിനെ അല്ലാഹു ആദ്യമേ പ്രവാചകത്വ ലബ്ധി കൊടുക്കുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കാത്തിരിക്കുകയാണ്. ഏതായാലും കിണറ്റിലാണ് കിടക്കുന്നത്. പക്ഷേ സംഭവമല്ല കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോ മൂത്തയാൾ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു. കുശാഗ്ര ബുദ്ധിയാണ്. യൂസുഫില്ലാതെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പയോട് എന്ത് മറുപടി പറയും? യൂസുഫില്ലാതെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഉപ്പയോട് ഞങ്ങൾ എന്താണ് സമാധാനം പറയുക? അപ്പയാൾ മറ്റൊരുത്തം പറഞ്ഞത്, ഒരാടിനെ പിടിക്കുക. ഒരാടിനെ പിടിച്ച് അതിനെ അറുത്തിട്ട് യൂസുഫിന്റെ ഷർട്ട് ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. ആ ഷർട്ട് ഊരിയെടുത്ത ഷർട്ട് ആ ഡ്രസ്സിലേക്ക് കുപ്പായം വലിച്ചു കീറിയിട്ട് അതിലേക്ക് ആടിന്റെ രക്തം പുരട്ടി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കണേ, അതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. യൂസുഫാണ് ഏറ്റവും നല്ല വ്യക്തി. യൂസുഫാണ് അല്ലാഹുവിന്റെ മനുഷ്യരിൽ ഏറ്റവും ക്ഷമയുള്ളവർ. യൂസുഫാണ് ഏറ്റവും നല്ല, ഏറ്റവും മുന്തിയ സ്വഭാവത്തിനുടേവർ. ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുമ്പോൾ ഉപ്പ ചോദിക്കുള്ളൂ, എന്റെ മോനെ ഇവിടെ നിലത്ത് വെച്ചാൽ കുറുമ്പഴേക്ക് തലയിൽ വെച്ചാൽ പെരഞ്ഞിരിക്കുന്നവനോട് അത്രയും ലാളനയോടെ പോറ്റിയ മോനാണ് എന്തായാലും ചോദിക്കും. പക്ഷേ അതിനുശേഷം യാക്കൂബ് നബിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഇതിലേക്ക് വരാം. അപ്പോ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുത്തം പറഞ്ഞു, അല്ലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഷർട്ട് അവരുടെ കയ്യിലുണ്ട്. അത് കീറി പോകുമ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരിയിട്ട് അത് കീറി ഒരു നായി കടിച്ചാൽ ഉണ്ടാവും, ഒരു പേപ്പട്ടി കടിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ ചത്തായിക്കൂട്ടം കടിച്ചാൽ ഉണ്ടാകുന്ന അതേ അവസ്ഥയിൽ ആ ഷർട്ട് അവർ വിളിച്ച് കീറിയിട്ട് ഒരാടിനെ അതിനെയും കൊന്നു. ഒരാടിനെ അതിന്റെ രക്തം ആ ഷർട്ടിൽ മൊത്തം പുരട്ടി കൊടുക്കും. തിരിയാത്ത രൂപത്തിൽ അതിൽ പുരട്ടി കൊടുക്കും. പക്ഷെ ആടിന്റെ രക്തത്തിന്റെ മണവും ചെന്നാട് രക്തത്തിന്റെ മണവും രണ്ടും രണ്ടാണ്. അത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് മക്കളോടൊന്നും അനങ്ങിയിട്ടില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ഷർട്ടുമായിട്ട് അവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും യാ അബീ, ഉപ്പയോട് സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി. പക്ഷെ വീട്ടിലേക്ക് കയറിയിട്ട് എന്താ സംഭവിച്ചത്? വീട്ടിലേക്ക് കയറിയ ആളെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സംഘത്തിന് ഇങ്ങനെ നോക്കുക. വന്ന മക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട്. അവർ മനസ്സിലായി, കണ്ടിങ്ങനെ പെരതിക്കൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, എന്റെ യൂസുഫിന്റെ മോനോട്ട് നമുക്കറിയാം ഒരു പിതാവിന്റെ വേദന. നമ്മൾ താലോലിക്കുന്ന ഒരു പൊന്നുമോൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ തെറ്റിപ്പോകും. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ അദ്ദേഹം നേരെ നോക്കി ചോദിച്ചു, എല്ലാം എന്റെ യൂസുഫ് ഇവിടെ? ആ ശബ്ദമിടറി, ആ ശബ്ദത്തിന്റെ സ്വരത്തിന്റെ പതർച്ച സ്വാഭാവികമാണ്. പിന്നെ അതും മക്കളാണ്. ചോദിച്ചു, എന്റെ യൂസുഫ് എടുത്തു. പെട്ടെന്നാണ് ആ കൂട്ടത്തിൽ മുതിർന്നവൻ മുന്നോട്ട് വന്നിട്ട് പറയാതെ, പിതാവേ ക്ഷമിക്കണം. എത്ര കൂളായിട്ടാ പറയുന്നത്, പിതാവേ നമ്മളോട് ക്ഷമിക്കണം.
ഇതാ യൂസുഫിനെ ചെന്നായ പിടിച്ചിരിക്കുന്നു, ചെന്നായ കടിച്ച് പറിച്ച് തിന്നിരിക്കുന്നു, യൂസുഫിനെ ചെന്നായ കൊന്നിരിക്കുന്നു. നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിതാവേ എന്ന് പറഞ്ഞ് ആ ചോര പുരണ്ട ആ വസ്ത്രപതായ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുക്കുന്നു. അവിടുന്ന് നിലത്തേക്ക് വീണുപോയി. സ്വന്തം പിതാവ് യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിലത്തിരുന്നു പോയി കരയാൻ തുടങ്ങി. ആശയത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി. യൂസുഫേ, എന്റെ മോനെ, നീ എവിടെയാണടാ എന്ന് ചോദിച്ച് മഹാനായ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കരയാൻ തുടങ്ങി. നിങ്ങളറിയോ, ആ മറ്റുള്ള മക്കളെല്ലാം ചുറ്റും കൂടി നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നത്? സ്വന്തം മനിയനെ കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ട് വന്നിട്ട് കിങ്കരന്മാരായി ഒന്നും അറിയാത്തവർ പോലെ നാട്യ പാപങ്ങൾ അഭിനയിച്ചുകൊണ്ട് പിതാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തളർന്നുപോയ യാക്കോബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ മഹാനായ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് മഹാനായ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുന്ന് കാര്യം മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അസീം ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവിന്റെ പൊന്നുമോനാണ്, നാളെ നിന്റെ പ്രവാചകനാവാൻ വേണ്ടി പോകുന്ന മോനാണ്. അന്റെ മോനെ എനിക്ക് കാണാനില്ല, എന്റെ കണ്ണിനെ കാട്ടണേ അല്ലാഹ്. ഒരു പിതാവിന്റെ മനസ്സറിഞ്ഞ ദുആയാണത്. എന്റെ പിതാവിന്റെ മനസ്സറിഞ്ഞ ദുആയാണത്. എന്റെ മകനെ, എന്റെ കണ്ണിനെ കാണിക്കണേ തമ്പുരാനെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പിതാവിന്റെ കൽബ് എത്രത്തോളം പൊട്ടിയിട്ടുണ്ടാകും, ഒരു ഉമ്മയുടെ കൽബ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും. അവിടുത്തെ കരഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞത്, റബ്ബേ എന്റെ മകനെ എനിക്ക് കാണിക്കണേ എന്ന്. മറ്റുള്ള മക്കളിങ്ങനെ നോക്കുക, സമാധാനിപ്പിക്കുക. നമുക്കും വിഷമുണ്ട്, നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി, നമ്മൾ പുണ്യജനല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും യാക്കോബിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം എന്തോ ഒരു എന്തോ ഒരു താളം തെറ്റിയിട്ടുണ്ട്, തകരാറുണ്ട് എന്ന് മഹാനായ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി. പക്ഷേ ചരിത്രം അവിടെയല്ല കടക്കുന്നത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യൂസുഫിന്റെ അത്രയും ക്ഷമയോ, യൂസുഫിന്റെ അത്രയും വിട്ടുവീഴ്ചയോ, യൂസുഫിന്റെ അത്രയും നല്ല സ്വഭാവ മഹിമയോ ഒരാൾക്കുമില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ കിണറ്റിലിട്ട് മഹാനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം താങ്ങി ഒരു ഭാഗത്ത് ഇരുത്തി. സ്വർഗത്തിലെ വെള്ളവും അതുപോലെ വെള്ളം ഭക്ഷണവും ഒക്കെ തിന്നാൻ തുടങ്ങി, എല്ലാം കഴിഞ്ഞു. പക്ഷേ അള്ളാഹു ഹിക്മത്ത് പ്രയോഗിക്കുകയാണ്. ആ വഴിയുടെ പെട്ടെന്ന് ഒരു യാത്രാ സംഘം, യമനിലേക്ക് പോകുന്ന ഒരു യാത്രാ സംഘം അല്ലേ, അയാപത്തിൽ ചുപ്പ് 1300ഓളം തച്ചിയുള്ള കണ്ണിലേക്ക് അവർ ഇട്ടു. പക്ഷെ വിട്ടിട്ട് അവർ പോയപ്പോൾ പെട്ടെന്ന് അതിലൂടെ പോവുകയാണ് ഒരു യാത്രാ സംഘം. ആ യാത്രാ സംഘം യമനിലേക്ക് പോകുന്ന യാത്രാ സംഘമാണ്. ആ സംഘം വെള്ളത്തിന് ദാഹിച്ചപ്പോൾ വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് തൊട്ടി, നല്ല നീളുണ്ടല്ലോ, ഒരു വലിയ അതിലൊഴുക്കാൻ കണ്ടിലേക്ക് എത്തി നോക്കി. എന്നിട്ട് മറ്റുള്ള സംഘത്തോട് പറഞ്ഞു, ഏയ് ഇതിൽ വെള്ളം ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം ഇതിന്റെ ആയത്തട്ട് പോലും കാണുന്നില്ല. അത്രയും ദൂരത്തിലാണ് ആ കിണറ് കിടക്കുന്നത്. അപ്പൊ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്ത്, ഒരുപാട് കയറ് പണ്ടത്തെ നാരി അതിങ്ങനെ ഏച്ചം കൂട്ടി വലിയൊരു കയറുണ്ടാക്കുകയാണ്. അത് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കണം. അള്ളാഹു ഇത്തരത്തിൽ പരിശുദ്ധവനാണ്, അള്ളാഹു ഇത്രത്തോളം ഹിക്മത്തുള്ളവനാണ്. അള്ളാഹു അവരെ കൊണ്ടൊരു വലിയ കയറുണ്ടാക്കി. ആ കയറിന്റെ ഒരു തട്ടത്തിൽ വലിയൊരു തൊട്ടിയും സംഘടിപ്പിച്ചു. ഒരു വലിയ തൊട്ടി, ആ തൊട്ടി കാറിന്റെ ഒരു ഭാഗത്ത് സംഘടിപ്പിച്ചിട്ട് അതിൽ ഒരാൾ പോയി, മുഖാദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോയി ആ സാധനം കിണറ്റിലേക്ക് ഇടുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ദിവസങ്ങളോളം കിണറിന്റെ താഴ്ചയിൽ കടന്ന യൂസുഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനാവാൻ വേണ്ടി പോകുന്ന പൊന്നുമോന് ആ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മേൽപോട്ട് നോക്കി. സുബ്ഹാനല്ലാഹ്, മേൽപോട്ട് നോക്കുമ്പോഴാണ് ഒരു കുട്ടി നേരെ താഴോട്ട് വരുന്നത്.
ഒരു തൊട്ടി തന്റെ നേരെ തായോട്ട് വരുന്നത് കണ്ടപ്പോ പെട്ടെന്ന് അടുത്തെത്തിയപ്പോൾ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അതിലേക്ക് പിടിച്ചു, പിടിച്ച് അതിലേക്ക് കയറിയിരുന്നു. സ്വാഭാവികമായ ഒരു ഘനമുണ്ടാകും, ഒരു വല്ലാത്ത വൈറ്റുണ്ടാകും. മേലെ വലിക്കുന്നയാൾ ചിന്തിച്ചു, ഇതിലേക്ക് വെള്ളം ധാരാളമായി കടന്നിരിക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് വലിക്കാൻ പറ്റാത്തത്. അത് വലിക്കുന്ന ആൾക്ക് പിന്നെ അത് വലിക്കാൻ പറ്റില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ട്, അത്രയും നല്ല വെയിറ്റ് ആണ്. കാരണം സ്വർഗത്തിലെ ഭക്ഷണം കഴിച്ചു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. തടിയെല്ലാം നല്ല ഉഷാറാക്കി, അള്ളാഹു ഉഷാറാക്കി കൊടുത്തു, അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ. അപ്പം വലിക്കാൻ പോകുന്ന തൊട്ടിയിലേക്ക് അടിഞ്ഞു പിടിച്ചു, അതിലേക്ക് ആര് കയറിയിരുന്നു? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറിയിരുന്നു. പക്ഷേ നേരെയുള്ള ആൾ മറ്റുള്ളയാളോട് പറയാൻ തുടങ്ങി. സംഘത്തിലുള്ളവർ വിളിച്ചു, ഒന്ന് ഓടി വരണം, ഇത് വല്ലാത്ത വൈറ്റാണ്, ഇതിന് വല്ലാത്ത ശക്തിയാണ്, ഒന്ന് പിടിച്ച് വലിക്കണേ എന്ന് പറഞ്ഞ് 2-3 ആൾക്കാർ കൂടി ആ കാരം മെല്ലെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടിയിലുള്ളത് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് അവർക്കറിയില്ല. പക്ഷേ നോക്കണേ, നിങ്ങൾ സൗന്ദര്യത്തിന്റെ നാമമാണ്, സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. ആര് കണ്ടാലും നോക്കിപ്പോകുന്ന സൗന്ദര്യമാണ് യൂസുഫിന്റെ സൗന്ദര്യം. വശീകരണ സൗന്ദര്യമാണ്, വശ്യ സൗന്ദര്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം. അത് അല്ലാഹു കൊടുത്തതാണ്. പക്ഷേ അവർ നേരെ മോൾപോട്ടേക്ക് ഇങ്ങനെ കയറിങ്ങനെ വലിച്ച് ഖുർആന ചരിത്രം പറയുന്നത് കാണാം. ആ കയറിങ്ങനെ യമൻപാട്ടിലേക്ക് പോകുന്ന യാത്രാ സംഘം മുകളിലേക്ക് ഉയർത്തി അവസാനം മുകളിലേക്ക് എത്തിയപ്പോൾ നേരെ മുമ്പിൽ നിൽക്കുന്നവൻ പറഞ്ഞു, അജബാ അജബാ, എന്തോ അത്ഭുതമാണ്, ഈ കിണറ്റിൽ ഒരു കുട്ടിയാണ് പുറത്തേക്ക് വന്നത്. അത് കാണാൻ നല്ല സുമുഖനായ കോമളത്വമുള്ള മോനാണ്. അവരെല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കാൻ തുടങ്ങി. ആ കുഞ്ഞിനെ അവർ മെല്ലെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ചോദിച്ചു, മോനെ നീ എവിടെയാണ്? ഒന്നും അനങ്ങാതിരിക്കുകയാണ്. ആ സംഘത്തിലെ നേതാവ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് എന്തിനാണ് ഇവനെ? അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ മിസ്രിലേക്കാണ് പോകുന്നത്. ആ മിസ്രിന്റെ ഭാഗത്തേക്ക് എത്തിയാൽ അവിടെ അടിമ കച്ചവടമുണ്ട്. മനുഷ്യനെ വിൽക്കുന്ന ചന്തയാണ് ആ അടിമ കച്ചവടം. പണ്ട് കാലങ്ങളിൽ മനുഷ്യരെ അടിമകളാക്കി വെച്ചിരുന്നു, അതിലടിമകൾ വിറ്റിരുന്നു. കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി മനുഷ്യരെ കച്ചവടം ചെയ്ത കാലഘട്ടത്തിലാണ് ആ ചന്തയിലേക്കാണ് യൂസുഫിനെ കൊണ്ടുപോകുന്നത്. അവർക്കറിയാം ഇതിന് നല്ല വില കിട്ടും. കാരണം എന്താ? ഈ കുഞ്ഞിനെ കാണാൻ നല്ല ഓമനത്വമുണ്ട്, നല്ല സൗന്ദര്യധാമമാണ്, നല്ലൊരു ചുരുചുരുക്കുള്ള മോനാണ്. കണ്ടാൽ കണ്ടെടുക്കാൻ പറ്റാത്തത്രയും സൗന്ദര്യമുണ്ട്. അവർക്കറിയാം മിസ്രിലേക്ക് ആ യാത്രാ സംഘമെത്തി. അവർ ലേലത്തിലേക്ക് യൂസുഫിനെ വെച്ച് വന്നവർ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഇതെന്തൊരു സൗന്ദര്യമാണ് റബ്ബേ, ഇതെന്തൊരു സൗന്ദര്യമാണ് അല്ലാഹ്. കാണുന്നവർ പറയാൻ തുടങ്ങി. കാണുന്നവർ ആണായാലും പെണ്ണായാലും എല്ലാവരും ഇങ്ങനെ നോക്കി പറയാൻ തുടങ്ങി. ഇത് എന്തോ ഒരു സൗന്ദര്യമാണ്, ഇത് എന്തോ ഒരു അങ്കലാവണ്യമാണ്, ഇത് എന്തോ ഒരു മാതകത്തെടിമ്പാണ്, ഇത് കാണാൻ കണ്ണിന് എന്തോ ഒരു കുളിർമയുള്ള മോനാണ്. ഓരോരുത്തരും വില പറയാൻ തുടങ്ങി. പക്ഷേ വില എവിടെയും നൽകിയില്ല. അവിടത്തേക്കാണ് സുലൈഹയുടെ ഭർത്താവ് കയറി വരുന്നത്. മിസ്രിലെ രാജൻ അബ്ദുൽ അസീസ് ആ വഴിയിലേക്കാണ് കയറി വരുന്നത്. ആ വഴിയിലേക്ക് മിസ്രിലെ രാജൻ വന്നപ്പോ അവർ പറയാൻ തുടങ്ങി, രാജൻ എന്ന് പറയുകയാണ്, ഞാൻ ഇവന്റെ തൂക്കത്തിനനുസരിച്ച് കൊണ്ട് ദിർഹമുകളെ നിങ്ങൾക്ക് തരാം, എനിക്ക് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മിസ്രിലെ രാജൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തൂക്കത്തിനനുസരിച്ച് ഒരുപാട് ദിർഹമുകള്, ദീനാറുകള്, മുത്തുകള്, പതിയങ്ങൾ എല്ലാം കൊടുത്തിട്ട് യൂസുഫിനെ അദ്ദേഹം സ്വന്തമാക്കുകയാണ്. അദ്ദേഹം സ്വന്താക്കി. മിസ്രിലെ രാജൻ, അതുകൊണ്ട് പാട്ടിനെ പറയാൻ കാരണം ആ പാട്ടുണ്ടല്ലോ, ആ മിസ്രിലെ രാജൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് ഒപ്പരങ്ങളെ നോക്കുക. സുലൈഹയും മൂപ്പർ കല്യാണം കഴിച്ച ഇതുവരെ മക്കളായിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച്, ഏതായാലും എനിക്ക് മക്കളില്ലല്ലോ, ഈ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എനിക്ക് മകനായിട്ട് വളർത്താം. സുലൈഹ വിളിച്ചിട്ട് പറഞ്ഞു, സുലൈഹ, ഞാൻ ഇന്നൊരു ഓമനത്തമുള്ള ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് ഇവിടെ,
ആ സുലൈഹയാണ് പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയറി പിടിക്കാൻ ചെന്നത്. ആ സുലൈഹയോട് പറഞ്ഞു, എന്നിട്ടോ എണ്ണപ്പെട്ട ചില ദിർഹമുകൾക്ക് വേണ്ടി എന്തായി അദ്ദേഹത്തിന് കൊടുത്തു. യാത്രാ സംഘം പൈസ വാങ്ങി മെല്ലെ കാര്യമാക്കി. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ എന്ന് പറയാൻ കാരണം കൊടുത്ത നാണയങ്ങൾ കുറഞ്ഞു പോയതിന്റെ പേരിലല്ല, മറിച്ച് യൂസുഫിനിട്ടിരിക്കുന്ന വില വളരെ കുറവാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വിലപിടിപ്പുള്ള മുത്താണ്, രക്തമാണ്, ഭവ്യമാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ മിസ്ർ ഭരണാധികാരി വാങ്ങി, എന്നിട്ടോ വീട്ടിൽ കൊണ്ടുപോയി, വീട്ടിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഭാര്യ സുലൈഹയെ വിളിച്ചു. സുലൈഹയെ വിളിച്ചിട്ട് പറഞ്ഞു, സുലൈഹ കണ്ടാ, മക്കളില്ലാത്ത നമ്മൾക്ക് ഒരു പക്ഷേ അല്ലാഹു തന്നതായിരിക്കാം, അതുകൊണ്ട് എന്നിട്ട് കൊടുക്കും ഒരു വാക്ക് കൂടി പറഞ്ഞു, ഇത് നമ്മുടെ അതിഥിയാണ്, അതിഥിയോട് മാന്യമായി പെരുമാറണേ, അതിഥിയെ മാന്യമായി സൽക്കരിക്കണേ എന്ന് അബ്ദുൽ അസീസ് രാജൻ പറയുകയാണ്. ഖുർആൻ പറയുന്നത് കാണാം, ഖുർആനിൽ അല്ലാഹ് പറയുന്നത് കാണാം, ആ സംഭവത്തിന് മഹാനായ അബ്ദുൽ അസീസ് റളിയല്ലാഹു മഹാനായ അബ്ദുൽ അസീസ് രാജൻ പറഞ്ഞ വാക്ക് അല്ലാഹ് ഖുർആനിലൂടെ പറയുകയാണ്. ഭാര്യയോട് പറയുകയാണ്, ശേഷം നമുക്ക് ഇവനെ കൊണ്ട് ഉപകരിച്ചേക്കാം, അതുമല്ലെങ്കിൽ ഒരു വളർത്തു മകനായി നമുക്ക് ഇവനെ വളർത്താമെന്ന് അസീസ് രാജൻ പറഞ്ഞ സന്ദർഭത്തിലാണ് അസീസ് രാജൻ പറഞ്ഞു, കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോൾ എന്തായി, ആ കുട്ടി ഇങ്ങനെ വളരാൻ തുടങ്ങി. കൊട്ടാരത്തിലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ സുവിശേഷമായ ഭക്ഷണം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ, പക്ഷെ ഇതൊന്നും ആരറിയുന്നില്ല. കിണറ്റിൽ കൊണ്ടുപോയിട്ട് സഹോദരന്മാർ അറിയുന്നില്ല, പ്രിയപ്പെട്ട പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്നില്ല. പക്ഷെ യാക്കൂബ് നബിക്ക് ഒരു വാസന കാറ്റിങ്ങനെ അടിക്കാൻ തുടങ്ങി, ഗന്ധം ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ചരിത്രം പറയുന്ന കാണാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂക്കിലേക്ക് തന്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സ്മെല്ല് അടിച്ചു വരാൻ തുടങ്ങി. എവിടെയോ എന്റെ മകനുണ്ട്. സഹോദരന്മാർ വിളിച്ച് പറഞ്ഞു, എന്റെ യൂസുഫ് എവിടെയോ ഉണ്ട്, മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരന്മാരോട് പറയുമ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഉപ്പാക്ക് തോന്നുന്നതാണ്, ഉപ്പാക്ക് മകനോടുള്ള ഇഷ്ടം കൊണ്ട് ഇഷ്ടം കയറിയിട്ട് തോന്നുന്നതാണ് എന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തോന്നുന്നില്ല, എന്റെ മകൻ യൂസുഫ് എവിടെയോ ഒഴുകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഏതായാലും മതങ്ങനെയായിരുന്നു. പക്ഷേ ആരും അറിയാതെ അല്ലാഹു തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തുകയാണ്. നിങ്ങൾ ഇവിടെ ഇല്ലേ? എല്ലാവരും ഒന്നിച്ച് കിടക്കുമ്പോയെന്ന് പറയുന്ന മനസ്സിലാകുന്നില്ലേ? അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഉഷാറായി വളർന്നു. പക്ഷേ ചെറുപ്പല്ലോ, അതേ വളർന്നു നല്ല ചുരുളുകൾ യുവാവായി മാറി. പക്ഷേ യുവാവായി മാറിയപ്പോഴാണ് സുലൈഹയുടെ ചാരിത്രം അങ്ങോട്ട് മാറിക്കിട്ടിയത്. കാണാൻ ചുരുക്കുള്ള ചെറുപ്പക്കാരനായപ്പോൾ സുലൈഹയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. നമുക്ക് ചരിത്രം അറിയാം, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും റമദാനിലേക്ക് എത്തിച്ചുകൊണ്ട് പറയാം, കാണാൻ ചുരുചുരുക്കുള്ള യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെരുപ്പവും വെലുപ്പവും ആ അയവും നടത്തും എല്ലാം നല്ല അരയന്നപ്പെട പോലെ നടക്കുന്ന യൂസുഫിന്റെ നടത്തം സുലൈഹ ഇങ്ങനെ നോക്കി നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ സുലൈഹയുടെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം. എന്താ സുലൈഹയുടെ ഉള്ളിലേക്ക് ആഗ്രഹം വന്നത്? യൂസുഫിനെ കല്യാണം കഴിക്കണം, അല്ല യൂസുഫുമായിട്ട് ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടണം, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ സ്വഹാബത്തിനോട്, അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം എന്റെ യൂസുഫാണെന്നല്ലേ പറഞ്ഞത്. എന്തേ കാരണം? അവിടുന്ന് പറയുന്നുണ്ട്, സുലൈഹ ബീവി വന്ന് പറയുന്നുണ്ട് യൂസുഫിനോട്, യൂസുഫ് എന്നോടൊന്ന് സഹകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞ മറുപടി, മഹാദല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു, അല്ലാഹ്
റഹ്മാനെ ഞാൻ ഭയക്കുന്നു. എന്നിട്ടോ അവിടുന്ന് പറഞ്ഞു ഇന്നഹു റബ്ബി അഹ്ബബതു അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ആലാപനം പറയാണ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എന്റെ റബ്ബി എന്റെ ഏറ്റവും നല്ല, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന എന്നെ നിങ്ങളിലേക്ക് ഏൽപ്പിച്ച എന്റെ യജമാനൻ എനിക്ക് ചതിക്കാൻ കഴിയൂല. രണ്ട് കാര്യമാണ് അതിലുള്ളത്. ഒന്നേതാ പരാജിതരായ അക്രമികളായ മനുഷ്യന്മാർക്ക് വിജയമില്ല, ഈ ലോകവും പരാജയപ്പെട്ടവരാണവരെന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നത് കാണാം. ഏത് യജമാനനാണ് പറഞ്ഞ യജമാനൻ? ഒന്ന് രണ്ട് യജമാനുണ്ട്. ഒന്ന് അല്ലാഹുവാണ്. രണ്ടാമത്തത് ആരാണ്? എന്നെ ഇവിടെ കൊണ്ടുവന്ന, വില കൊടുത്ത് കൊണ്ടുവന്ന നിങ്ങളുടെ ഭർത്താവിന്റെ അബ്ദുൽ അസീസ് രാജൻ. അബ്ദുൽ അസീസ് രാജനോട് ചെയ്യുന്ന ചതിവായി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുലൈഖ പിന്തിരിയാൻ തയ്യാറാവുന്നില്ല. അവസാനം ഓടിയോടി ബേക്കിലൂടി പിന്നാമ്പുറത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഷർട്ട് കീറി വരികയാണ്. വലിച്ചപ്പോൾ വേഗം ഷർട്ട് ഊരുകയാണ്. അതിനു മുമ്പ് തന്നെയല്ലേ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇങ്ങനെ കാണുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൽബുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയി, എന്തോ ഒരു എനക്കട, എന്തോ ഒരു പരീക്ഷണ. ഇത് കണ്ടപ്പോഴാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. എന്താ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? റബ്ബി സിജ്ന യൂസുഫ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖയോട് എതിരെ നിൽക്കുകയാണ്. അല്ലാഹുവിനെ ഭയക്കണേ പെണ്ണേ, നിന്റെ ഭർത്താവിനെ ചതിക്കല്ലേ പെണ്ണേ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അത് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സുലൈഖ പിന്തിരിഞ്ഞില്ല. കാമാർത്തി പൂത്തുകൊണ്ട് യൂസുഫിന്റെ പിന്നാലെ കൂടുന്ന സുലൈഖയോട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ ഇതിനെ തൊട്ട് തിരിയുകയാണ്, എനിക്കിതിന് താല്പര്യമില്ല. യജമാനനായ റബ്ബിനെ ഞാൻ ഓർക്കുകയാണ്, യജമാനനായ റബ്ബിനെ ഞാൻ ഭയക്കുകയാണ് എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞപ്പോഴാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വാക്ക് കൂടി പറഞ്ഞു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനാ ഇലൈഹി. അല്ലാഹുവേ, എനിക്ക് ഇതിലും നല്ലത് എന്റെ ജയിലാണ്. കുറച്ചു കാലം ജയിലിൽ കിടന്നില്ലേ? ഏത് ജയില്? അല്ലേ? കിണർ എന്ന് പറയുന്ന ആ കിണറിന്റെ ആയപ്പരപ്പിലാണ് ഞാൻ കഴിഞ്ഞുകൂടിയത്. ആ കബറിന്റെ ആ കിണറിന്റെ ആയപ്പരപ്പ് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ജയിലറയാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഇവളെ വിളിക്കുന്ന വ്യഭിചാരം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എനിക്ക് നല്ലത് റബ്ബേ ജയിലറയാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നു. റബ്ബേ, ഈ തെറ്റിലേക്ക് പോകുന്നതിനൊക്കെ നല്ലത്, എനിക്ക് ഏറ്റവും നല്ലത് റബ്ബി സിജ്നു അഹബ്ബ ഇലയ്യ, ഞാൻ എന്നിലേക്ക് ഇഷ്ടപ്പെടുന്നത് ജയിലറയാണ്. മിമ്മാ യദഊനനാ ഇലൈഹി, ജയിൽ പുള്ളികൾ പോലും അദ്ദേഹത്തെ അംഗീകരിച്ചു. ആ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് സുലൈഖ തെറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റബ്ബേ, ഈ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഉത്തമം ആ ജയിലറയാണ്. ആ ജയിലറയിലാണ് ഒന്നും ചിന്തിക്കാനില്ല. നിന്നെ ഓർത്തുകൊണ്ട്, നിന്നെ അനുസരിച്ചുകൊണ്ട്, നിനക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് അവിടെ കഴിയാം. തിന്നിട്ടിലും വേണ്ടില്ല, കുടിച്ചിട്ടും വേണ്ടില്ല, അവിടെ കഴിയാതെ തെറ്റിലേക്ക് പോകണ്ടല്ലോ. അത് ഓർത്തുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ് റബ്ബി സിജ്നു അഹബ്ബ ഇലയ്യ മിമ്മാ യദഊനനാ ഇലൈഹി. അല്ലാഹുവേ, സുലൈഖ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും നല്ലത് നിന്റെ ജയിലറയാണ് എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ആവലാതി പറഞ്ഞപ്പോ ആ ആവലാതിയാണ് റബ്ബ് കേട്ടത്, ആ പരാതിയാണ് റബ്ബ് കേട്ടത്, ആ വിളിയാണ് റബ്ബ് കേട്ടത്. പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി. ഒരാരോപണം വന്നപ്പോ അബ്ദുൽ അസീസ് രാജൻ വന്നപ്പോ എന്തായി? എന്നാ പിന്നെ പട്ടാളക്കാരെ വെച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, യൂസുഫിനെ ജയിലിലേക്ക് എന്ന് പറയുമ്പോൾ അബ്ദുൽ അസീസ് രാജൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഒന്നിനും കുറവുണ്ടാവാൻ പാടില്ല, ഭക്ഷണം, വെള്ളം എല്ലാം അവിടെ എത്തിക്കണം. എന്തിനാണ് അബ്ദുൽ അസീസ് ജയിലിലേക്ക് ഇട്ടത്? കുറ്റം ചെയ്തത് കൊണ്ടല്ല. അബ്ദുൽ അസീസ് രാജന് മനസ്സിലായി തെറ്റ് മുഴുവനും എന്റെ ഭാര്യയുടെ ഭാഗത്ത്.
സുലൈഹയുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാത്തിനും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യൂസുഫിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ജയിലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ടോ ജയിലിൽ കടക്കുന്ന ജയിലിൽ കടന്നപ്പോഴാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവം അവർക്ക് മനസ്സിലായത്. ജയിൽ പുള്ളികൾ പോലും പറയാൻ തുടങ്ങി, ഇന്നാ നറാക മിനൽ മുസ്ലിമീൻ, അങ്ങേപ്പോലെ സ്വഭാവമുള്ള ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. ജയിലിൽ കിടക്കുന്ന മറ്റു ജയിൽ പുള്ളികൾ പറഞ്ഞ വാക്കാണ് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഇത് തന്നെയല്ലേ സ്വഹാബത്തിനോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇത് തന്നെയല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. യൂസുഫിന്റെ സ്വഭാവമാണ്, യൂസുഫിന്റെ വ്യക്തിത്വമാണ്, അതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല സ്വഹാബ എന്ന് ആദരവായ നബിയനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. ആ ജയിൽ പുള്ളികൾ പറഞ്ഞ വാക്കെന്താണ്? ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, അങ്ങേപ്പോലെ മുഹ്സിനായ ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല, ഗുണമുള്ള ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ടോ പോരാ, അതിൽ കിടക്കുന്ന രണ്ടുപേർക്ക് സ്വപ്ന വ്യാഖ്യാനം വരികയാണ്. രണ്ടുപേര് വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ അവർക്ക് മനസ്സിലായി. യൂസുഫിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനമൊക്കെ അവർ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന പ്രവാചകനാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു കൊടുത്തൊരു കൈവാണ്. എന്തെങ്കിലും ബുക്ക് വായിച്ചോ പഠിക്കുന്നില്ല. അത് അല്ലാഹു പ്രവാചകന്മാർക്ക് നുബുവത്തിന്റെ ഘട്ടത്തിലെ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തായി കൊടുക്കുന്നത് പോലെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തൊരു കൈവാണ്, പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ അവർ പറയാണ്, അവരിങ്ങനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അടുക്കലേക്ക് ചെല്ലും. എന്നിട്ടോ അവർ പറയും സ്വപ്ന വ്യാഖ്യാനമാണെങ്കിലും ജയിൽ പുള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജയിലറിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. കൊലയാളികൾ ഉണ്ടാകും, പിടിച്ചു പറിക്കാനുണ്ടാകും, വ്യഭിചാരികൾ ഉണ്ടാകും, വേണ്ടാത്തരങ്ങൾ ചെയ്തവരുണ്ടാകും. ഇതിന്റെ എല്ലാം നടുവിലാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കഴിയുന്നത്. പക്ഷെ അവർ പോലും പറഞ്ഞ വാക്കാണ് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങളെപ്പോലെ സ്വഭാവമുള്ള ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ടോ അവരിലേക്ക് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത പണി എന്താ? അർബാബും മുതഫരിഖൂന ഖൈറുൻ, മനസ്സുകളിലേക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർ നന്മയുടെ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. ജയിൽ പുള്ളികളായ മനുഷ്യന്മാരെ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ജയിലൊരു ക്ലാസ്സാണ്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലറയിൽ വെച്ചുകൊണ്ട് കള്ളന്മാരായ കടവുകാരായ ജയിൽ പുള്ളികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അർബാബുൽ മുതഫരിഖൂന ഖൈർ, ഏറ്റവും നല്ല അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഒരാൾ ജയിൽ മോചിതനായി ക്ലാസ്സിങ്ങനെ ജയിലിങ്ങനെ എടുത്തു കൊടുക്കും. പക്ഷേ നമുക്കറിയാം, ജയിലിൽ കഴിയുന്ന മനുഷ്യന്മാർ ജാമ്യത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ കാലാവധി കഴിഞ്ഞ വീട്ടിലേക്ക് അവർ പറഞ്ഞേക്കും. കൂട്ടത്തിൽ അങ്ങനെ ഒരാൾ ജയിലിൽ ഇങ്ങനെ പറഞ്ഞേക്കും. ജയിലിൽ പറഞ്ഞേക്കുന്ന സമയത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്ന ആള് പറഞ്ഞ മോനെ അവിടെ നിർത്തി. എന്തേ? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അവിടെ നിർത്തി പോവല്ലേ. രാജാവ് അബ്ദുൽ അസീസ് രാജയോട് എന്റെ വിശേഷങ്ങൾ പറയണം, എന്റെ കാര്യം ഒന്ന് ഉണർത്തണേ എന്ന് പറഞ്ഞു. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, രാജാവിന്റെ അടുക്കിലേക്ക് താങ്കൾ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കാര്യം ഉണർത്തണേ എന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയോ? അദ്ദേഹം അവിടെ പോയി സംഗതി ഒന്നും പറഞ്ഞില്ല. എന്റെ കാര്യം രാജാവിനോട് ഉണർത്തണേ എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നെല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. നാട്ടിലെത്തി രാജാവിനെ കണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ട് സന്തോഷത്തിൽ എല്ലാം അങ്ങനെ സന്തോഷം കൊണ്ട് മറന്നുപോകുന്ന മനഃപൂർവ്വത്തിലല്ല. ജയിലറകത്ത് പോകുന്ന ഒരാളല്ലേ, 10 കൊല്ലം 20 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ അത്രയും വർഷം ഇനി കുടുംബത്തിലേക്ക് തിരിച്ചു ചെന്നാൽ എന്താ അവിടെ സംഭവിക്കുക? സ്വാഭാവികമായി കുടുംബത്തിനെ കണ്ടു കഴിഞ്ഞാൽ, ഭാര്യനെ കണ്ടു കഴിഞ്ഞാൽ, മക്കളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മതിമറന്നു പോകുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നമ്മളെ മക്കളെ കാക്കുമാറാവട്ടെ.
ലഹരിയും അതും ഇതും. ഞാൻ എൻ്റെ നാട്ടിലെ മോഹഞ്ചേരിയിൽ 3 ആൾക്കാരെ പിടിച്ച്, കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ, നമ്മുടെ ഉപ്പാൻ്റെ കൂടെയുള്ള മനുഷ്യനാണ് അബ്ദുറഹ്മാനാജി എന്ന് പറഞ്ഞിട്ട്, അബ്ദുള്ളാജി, നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മോനും ആ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടോ? പത്രത്തിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായി, പോലീസുകാർ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ സാധു നിരപരാധിയാണ്. നിങ്ങൾ നോക്കിയേ ഇതൊക്കെ പോയ പോക്ക്. അദ്ദേഹത്തിന്റെ വോയിസ് എനിക്ക് നാട്ടിലിറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ ഉമ്മയുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒളിവിലാണ് അദ്ദേഹം കരണ്ട് കൊണ്ട് വോയിസ് ഇടുക. എന്തോ ഒരു അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത് അഭിമാനം അമാനത്താണ്, അതിനെ മുറിവേൽപ്പിക്കരുത്. മുറിവേൽപ്പിച്ചാൽ മുറിവേൽപ്പിച്ചവന് അതിന്റെ ആദാവ് വന്നെത്താതെ മരിക്കൂല. ആ വോയിസ് ഇങ്ങനെ കേട്ട് വല്ലാതെ സങ്കടപ്പെട്ടു പോയി. എൻ്റെ അയൽവാസിയാണ്, അതിങ്ങനെ വോയിസ് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കി, ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അഭിമാനം 4-6 വർഷങ്ങളായി ലഹരിക്കോ അങ്ങനെ ഇങ്ങനെ ഇല്ലാത്ത കേസിൽ കുടുങ്ങിയിട്ട് നമ്മൾ പെട്ടുപോയാൽ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ അഭിമാനിക്കുന്ന ഒരു മുറിവേലിക്കലാണ്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ലഗേജ് ഉണ്ടാവും കഴിയും. അപ്പോൾ ആരെങ്കിലും അറിയാത്ത ആൾ പറയും, ഇതിങ്ങനെ ഒരു സാധനം നിങ്ങൾ അപ്പുറം കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറയും. വാങ്ങാൻ പാടില്ല. ഒരു പക്ഷെ ആരെന്തായിരിക്കാം, നാർക്കോട്ടിക്കായിരിക്കാം. അത് ഈ സാധു അറിയുമ്പോഴും ഉണ്ടാവില്ല. കസ്റ്റംസ് വന്നിട്ട് വിവരം കിട്ടിയ പരിശോധിക്കുന്നുണ്ടാവും, ഈ പാവത്തിന്റെ വേഗം ഇങ്ങോട്ട് എടുത്താൽ ആരാ പോവാ? കൊടുത്തോ മുങ്ങി. ഈ നിരപരാധിയായ മനുഷ്യനെന്തായി? കുറ്റക്കാരനായി. ഇപ്പൊ അങ്ങനെ അധികം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ അധികവും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ നിരപരാധികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജയിലറിയ, ആ ജയിലറയിലേക്ക് അഭിമാനം പണയം വെച്ച് പോയി 10-20 വർഷമൊക്കെ അല്ലേ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ എന്താ കാണാ? ഭാര്യ, മക്കൾ, ഇതെല്ലാം കാണുമ്പോൾ നമ്മളൊന്ന് ഗൾഫിൽ നിന്ന് പോട്ടെ, ജയിലറയിൽ നിന്നും വേണ്ട. ഗൾഫിൽ നിന്ന് വരുന്ന ഒരാൾ പറയാം, അവിടെ അടുത്ത വിവരങ്ങൾ അന്വേഷിക്കണം, സുഖവിവരങ്ങളൊക്കെ ഒന്ന് പറയണേ, ഈ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ മതി ഇങ്ങോട്ട് പറഞ്ഞോളൂ. എവിടെ 2-3 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന പ്രവാസിയായ മനുഷ്യൻ ഭാര്യ, മക്കള്, ഉമ്മ, ഉപ്പാലെല്ലാം കണ്ടപ്പോഴായി എല്ലാം മറന്നു. അത് മനഃപൂർവ്വമല്ല, ഉമ്മമാരില്ലേ കൂടെ, അത് മനഃപൂർവ്വം മറക്കുന്നില്ല. അത് ആ സന്തോഷമാണ്. കണ്ട മാതിരിയുള്ള സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷത്തിൽ മറന്നു പോകുന്നതാണ്. ഇപ്പൊ ചില ആൾക്ക് അങ്ങനെ ഒറ്റയടിക്ക് മറക്കുന്നില്ലല്ലോ എന്നതുപോലെ ഇയാള് ജയിലിൽ പോകുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മോനെ അവിടെ എത്തി എന്റെ കാര്യം മറക്കണട്ടോ, അബ്ദുൽ അസീസിനോട് പറയണം, എന്റെ കാര്യം ഓർമ്മിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് മൂപ്പർ നാട്ടിലെത്തി എല്ലാം മറന്നുപോയി. പക്ഷേ അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തുള്ളവനാണ്. ഒരു ദിവസം അബ്ദുൽ അസീസ് രാജ കടന്നുറങ്ങുമ്പോഴാണ് അല്ലാഹു ഒരു സ്വപ്നം കാണിക്കുന്നത്. 7 വർഷം നല്ല ക്ഷാമത്തിന്റെ വർഷമാണ്. അള്ളാഹു ഒരു സ്വപ്നം കാണിക്കുന്നു. 7 വലിയ പശുക്കളെയും പിന്നെ അതാ 7 നല്ല തടിച്ചു കൊയ്ത്ത പശുക്കളെയുമാണ് കാണിക്കുന്നത്. അതിനെ ഈ തടിച്ചു കൊയ്ത്ത പശുക്കൾ വലിയ പശുക്കളെ ഭക്ഷിക്കുകയാണ്. നേരെ തിരിച്ചും കാണുകയാണ്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ കഴിയാതെ പരിഭവിക്കുമ്പോഴാണ് അബ്ദുൽ അസീസ് രാജൻ ചോദിക്കുന്നത്, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഈ സ്വപ്നത്തിന്റെ ഇതിന്റെ ഉചിതമായ വ്യാഖ്യാനം പറയുന്നവർ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് രാജൻ ചോദിക്കുമ്പോഴാണ് ഈ ജയിലിൽ നിന്നും പോയ മനുഷ്യൻ അവിടെയുണ്ട്. അയാൾ അപ്പോഴാണ് ഓർത്തത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ. അപ്പൊ മൂപ്പർക്ക് ഓർമ്മ വന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ പേരുമ്പോൾ എന്നോട് പറഞ്ഞല്ലേ സുഖവിവരങ്ങൾ അന്വേഷിക്കണം, എന്റെ കാര്യം ഉണർത്തണം, ഇനിയിപ്പോ ഞാൻ അവിടെ പോയ എന്തായിരിക്കും അവസ്ഥ? ആട്ടി പറഞ്ഞേക്കോ അല്ലെങ്കിൽ ഇപ്പോ എന്റെ മുമ്പ് പണ്ട് പറഞ്ഞേക്കോ, ഒരു അഡ്രസ്സിൽ ഇപ്പൊ കയറി വന്നിക്കണ് എന്ന് പറഞ്ഞ ആട്ടി പറഞ്ഞേക്കോ എന്നൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ ഈ രാജൻ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറയും. ഇയാൾ എഴുന്നേറ്റ് പറഞ്ഞു, രാജാവേ ഉണ്ട്, ഒരാളുണ്ട്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നിങ്ങളെ ജയിലിൽ കിടക്കുന്ന യൂസുഫിലെ ആ യൂസുഫ് ഇതിന്റെ പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം നേരെ രാജാവിന്റെ കൽപ്പന പ്രകാരം രണ്ടാമത് തിരിച്ചു വരുന്ന യൂസുഫിന്റെ അടുത്തേക്ക്. വർഷങ്ങൾ പിന്നിട്ടപ്പോ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് നേരെ വരുന്നത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കുന്നുണ്ട്. പണ്ട് പോയാണ് തിരിച്ചു വന്നപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്, സഹോദര സുഖല്ലേ?
പോയിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ എന്താ വന്നത്? അയാള് പറഞ്ഞത്, ഓ യൂസുഫേ, ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. രാജാവ് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മുഖം ചൊടിച്ചില്ല, മുഖം തിരിച്ചില്ല, ശാഠ്യം കാണിച്ചില്ല, പരിതപിച്ചില്ല, ഒന്നും ചെയ്യാതെ വന്നയാൾക്ക് വളരെ സുന്ദരമായി അതിന്റെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത് കൊട്ടാരത്തിലേക്ക് വിടുന്നു. നോക്കണേ, ഇത് തന്നെയല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, യൂസുഫിനെ പോലെ സ്വഭാവമുള്ള ഒരാളും ദുനിയാവിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രാജാവിനെ മന്ത്രി പദം വരെ എന്തായി സമ്മാനിച്ചു. ഈ സ്വപ്ന വ്യാഖ്യാനൊക്കെ പോയി അദ്ദേഹം പറഞ്ഞു കൊടുത്ത് അവസാനം അബ്ദുൽ അസീസ് രാജൻ പറഞ്ഞു, യൂസുഫിനെ മോചിപ്പിക്കണം, വെറുതെ മോചിപ്പിച്ച പോരാ, വെറുതെ മോചിപ്പിച്ച കൊടുത്തതേ തിരിച്ചു വെച്ചു. നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാൻ വേണ്ടി രാജാവ് പറഞ്ഞു, യൂസുഫിനെ വെറുതെ അങ്ങനെ മോചിപ്പിച്ചപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഈ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രി പദവി ഉണ്ടല്ലോ, ആ മന്ത്രി പദം അത് യൂസുഫ് അലങ്കരിക്കട്ടെ. നോക്കി നിങ്ങൾ, ചതിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ചതിയന്മാരെ ചതിക്കാൻ അല്ലാഹുവാണ് ഏറ്റവും വലിയ ചതിയൻ. സഹോദരന്മാര് പൊട്ട കട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് മരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടു. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് അല്ലാഹു തആല യൂസുഫിനെ കൊണ്ടുപോയി വളർത്തിയത്. എന്തേ കാരണം? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരച്ചിലാണ്, അവിടുത്തെ ദുആയാണ്, അല്ലാഹുവേ എന്റെ പൊന്നുമോൻ, അല്ലാഹുവേ എന്റെ മകൻ എവിടെയാണെങ്കിലും എനിക്ക് നീ എന്റെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കണേ എന്ന് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ ഉമ്മമാരെ? ആ ഉപ്പയുടെ ദുആയാണ്, പ്രാർത്ഥനയാണ് അതിന്റെ ഫലം. അപ്പോ മഹാനായ അബ്ദുൽ അസീസ് രാജൻ പറയുകയാണ്, യൂസുഫിനെ മന്ത്രി സ്ഥാനം കൊടുത്ത് അലങ്കരിക്കുകയാണ്. ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നേരെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് മന്ത്രി പദവി അലങ്കരിച്ചു കൊടുക്കുകയാണ്. അൽ ജസാഉൽ ഇഹ്സാനു ഇല്ലൽ ഇഹ്സാൻ. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, അൽ ജസാഉൽ ഇഹ്സാനു ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റൊന്നുമില്ല. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റൊന്നുമില്ല. യൂസുഫിന്റെ ഉള്ളിലേക്ക് നന്മയാണ്, യൂസുഫിന്റെ ഉള്ളു മുഴുവനും നന്മയാണ്. പ്രതികാര ബുദ്ധിയില്ല, അഹങ്കാരത്തിന്റെ മുട്ടില്ല, അഹങ്കാരത്തിന്റെ ഭാവമില്ല, ഒന്നുമില്ല. വെറുപ്പുകളില്ല, മറ്റാളെ ഉപദ്രവിക്കലില്ല, ഒന്നുമില്ല. ഉപദ്രവിച്ചവരെ പോലും വെറുതെ വിട്ടുപോയി, ഉപദ്രവിച്ചവരോട് പോലും ക്ഷമിച്ചു, വിട്ടുവീഴ്ച ചെയ്ത മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അതല്ലാഹു തന്നെ പറയുന്നില്ലേ, അൽ ജസാഉൽ ഇഹ്സാനു ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന അക്രമത്തുൽ കരീമ മലകതഹു വ ഇന്ന അക്രമത്തുൽ ലഈമ തമദ്ദുദാ. അറബികൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഇൻ അക്രമത്തുൽ കരീമ മലകതഹു. ഓമാനായ മാന്യനായ ഒരാൾ നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ, അവരെ സേവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ മാന്യത നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ചോ വ ഇന്ന അക്രമത്തുൽ ലഈമ തമദ്ദുദാ. മാന്യത നമ്മൾ ഒരാളോട് കാണിച്ച് ഒരു സഹായം ചെയ്ത് അയാൾ സ്വഭാവം മോശക്കാരൻ, അയാൾ മാന്യതയില്ലാത്ത ആളാണെങ്കിൽ അയാൾ തിരിച്ചംശം പ്രതീക്ഷിക്കേണ്ട, അയാൾ നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് അറബിയിൽ ഒരു ചെറുണ്ട്. അതുപോലെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ അങ്ങനെ മന്ത്രി പദം അലങ്കരിച്ച് കൊട്ടാരത്തിൽ നിൽക്കുമ്പോഴുണ്ട് കുറച്ച് ആൾക്കാർ വരുന്നത്. അവർ വന്ന് ഭക്ഷണത്തിന് വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോ, വല്ലാത്ത ക്ഷാമമാണ്, അവരെല്ലാവരും മിസ്രിലേക്കാണ്. മിസ്രിന്റെ പരിധിയിലേക്ക് വരുന്ന കൂട്ടത്തില് കുറച്ചാൾക്കാരെ കാണുന്നു, 7 പേര്. യൂസുഫ് അലൈഹിസ്സലാം നോക്കുമ്പോ 7 പേരും ചാക്ക് പിടിച്ച് നിൽക്കുകയാണ്. എന്തിന്? അന്നം മേടിക്കാൻ വേണ്ടി. ആരോഗ്യ കൊട്ടാരത്തിലെ മന്ത്രിയുടെ മുമ്പിൽ നല്ല ചുറുചുറുക്കുള്ള 7 ചെറുപ്പക്കാര് മുഖേന പാടി കയറിയിരുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാം നോക്കി, എന്നിട്ട് പറഞ്ഞു കൊടുക്കല്ല, അവർക്ക് കൊടുക്കല്ല, മാറ്റിയെടുത്ത്. അത് പരീക്ഷിക്കും കേട്ടോ, നിങ്ങൾ എന്റെ കൂടിയില്ലേ? അവർക്ക് കൊടുക്കാന്ന് മാറ്റിയെടുത്ത്, അവർക്ക് കൊടുക്കാനായിട്ടില്ല. അവരെ മാറ്റി നിർത്തിയിട്ട് മെല്ലെ ഒരു പട്ടാളക്കാരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ. ആ കാണുന്ന സ്വർണത്തിന്റെ ഒരു മുടിയുണ്ട്, കോരുന്ന സാധനം, ഒരു സ്വർണത്തിന്റെ
അതെടുത്തിട്ട് കൂട്ടത്തിൽ ഒരുത്തൻ്റെ സഞ്ചിയിലേക്ക് എടുക്കും. ഓര് കാണാൻ പാടില്ല, ഓര് കാണാൻ പാടില്ല. ഓര് കാണാതെ ഒരു സ്വന്തത്തിന് ഒരു സാധനം, ചെറിയൊരു പാത്രം അതവരുടെ സഞ്ചിയിലേക്ക് ഇടുക. ഒരു പട്ടാളക്കാരൻ മെല്ലെ പോയിട്ട് എന്തായി, ഒരു സ്വർണ്ണത്തിന്റെ പാത്രം കൂട്ടത്തിൽ വന്ന ഒരുത്തൻ സഞ്ചിയിൽ മെല്ലെ ഇട്ടു. എന്നിട്ട് കഥ മാറി. അവർ ഇങ്ങനെ പാടി, നമ്മുടെ കൊട്ടാരത്തിൽ ഒരു സാധനം കാണാനില്ല, ആർക്കൊല്ലം നിൽക്കുന്നു പറഞ്ഞു. ഈ ചാക്കുമായിട്ട് പോകണം, ഏത് ധാന്യത്തിന്റെ ഗോതമ്പിന്റെ ചാക്കുമായി പോകുന്ന എല്ലാവരെയും പിടിച്ചെടുത്ത് ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. പരിശോധിക്കാൻ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടത്തിൽ ഒരാളെ ഇവിടെ പരിശോധിക്കണ്ട, അവരെ കാണുമ്പോൾ അത്ര അങ്ങനെ ഒരു കള്ളന്മാരായി തോന്നില്ല. അപ്പൊ അയാൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങ് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് നോക്കിയതിന് ശേഷം പറയാം, അത് പരിശോധിച്ചതിന് ശേഷം പറയാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമോട് നീക്കുമത്തെടുത്ത് വെക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരാളെ പിടിച്ചു നിർത്തണം. ആരാത്? ബിൻയാമീൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരനുണ്ട്. ആ മുപ്പത് ഇരുന്നില്ല, കെട്ടിപ്പോയി ചാട്ടുകൊണ്ടിരുന്ന ബിൻയാമിന് കൂടെയില്ല. ബിൻയാമിൻ അത്രയും സ്നേഹമാണ് യൂസുഫിനോട്. യൂസുഫിനെ കുറിച്ച് ബിൻയാമിനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ സഞ്ചിയിൽ ഈ പാത്രം കൊണ്ട് എടുത്തു. രാജാവെ കിട്ടിയിട്ടുണ്ട്, ഇതിനെന്താ പരിഹാരം? അപ്പോൾ നിങ്ങൾ ഒരാളെ പോയിക്കോ, അടുത്ത പ്രാവശ്യം പക്ഷേ നിങ്ങൾ ഉപ്പാനെ കൂട്ടിക്കൊണ്ടുപോകണം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പറയേണ്ടത് പ്രകാരം അതാ ബിന്യാമീൻ അവിടെ നിർത്തുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബിന്യാമീൻ അവിടെ നിർത്തണം, എന്നിട്ട് നിങ്ങൾ മാത്രം പോയിക്കോ. നോക്കണേ, അവർക്കൊരു പണി കൊടുക്കുകയാണ്. പണ്ട് യൂസുഫിനെ കൂട്ടിയിട്ടല്ലേ പോയത്, തിരിച്ചു പോകുമ്പോൾ യൂസുഫില്ലല്ലോ. അപ്പോൾ പിതാവ് കലർന്നുപോയി. രണ്ടാമത് പണി കൊടുത്തു. ഈ പ്രാവശ്യം തിരിച്ചു പോകും സ്വന്തം മോനെ പോലെ യൂസുഫിനെ പകരം കൊണ്ടു നടന്ന ബിന്യാമീനും കൂടെയില്ല. ബിന്യാമിനെ കാണാനില്ലല്ലോ. തിരിച്ച് അവിടെ പിതാവിന്റെ അടുക്കലേക്ക് എത്തി. അവർ ചോദിച്ചത് ബിന്യാമിൻ എവിടെ? അപ്പോൾ ബിന്യാമിനെ അവിടെ പഠിച്ചിരിക്കാൻ. ഈ കൂട്ടത്തിൽ ഏതോ എന്തോ കട്ടിട്ട് അവിടെ പിടിച്ച് ബിന്യാമിനെ അവിടെ പിടിച്ച് അങ്ങനെ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാം പിന്നെയും ആദ്യം കൂടി. കാരണം പണ്ട് യൂസുഫിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, ഇത് യൂസുഫ് എന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് തരിച്ച് രണ്ടാമതും കണ്ണു കാണാത്ത പിതാവ്, ആ പിതാവ് രണ്ടാമതും ഈ സംഘം വന്നപ്പോ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു ഷർട്ട് ഇവർക്ക് കൊടുക്കുക. ഇത് നിങ്ങളുടെ പിതാവിന്റെ മുഖത്ത് കൊണ്ടുപോയിരുന്നു. രണ്ടാമതും വന്നപ്പോ രണ്ടാമത്തെ പോക്കിലും ആ ഷർട്ട് കൊണ്ടുപോയിട്ട് മഹാനായ യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് ഇട്ടു. മുഖത്തോടോടുകൂടി സുബ്ഹാനല്ലാഹ് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. ആരുടേതാണ് ഷർട്ട്? അതാണ് മുഅ്ജിസത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണത്. ആ ഷർട്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് വീഴലോടുകൂടി കണ്ണിന്റെ കാഴ്ചയാണ് തിരിച്ചു കിട്ടിയത്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയോ, നിങ്ങൾ പോയത് എന്റെ മകന്റെ അടുക്കലേക്കാണ്. നിങ്ങൾ കണ്ട മന്ത്രിയുണ്ടല്ലോ, മിസ്ർ രാജന്റെ മന്ത്രി, അതെന്റെ മകൻ യൂസുഫാണ് എന്ന് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയാം. അവരോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാനുള്ള പ്രതികാരം കിട്ടലില്ല, മറിച്ച് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവൻ അങ്ങേറ്റം കരുണയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ് എന്ന വാക്കാണ്. എന്തായത്? ഇതേ വാക്ക് തന്നെയാണ് ആരും പറഞ്ഞത്? മക്ക വിജയ നേരത്ത് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ വാക്ക് തന്നെയാണ് പറഞ്ഞത്. തന്നെ ഉപദ്രവിച്ചവരോട്, തന്നെ ദ്രോഹിച്ചവരോട്, തന്നെ കല്ലെറിഞ്ഞവരോട് എല്ലാവരും മക്കയിൽ, ആ മക്കയിൽ ജനങ്ങള് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ ആ ജനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക്, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. തന്റെ സഹോദരന്മാരോട് പറഞ്ഞ വാക്ക് തന്നെയാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം നിങ്ങളോട് ഞാൻ കണക്ക് ചോദിക്കുന്നില്ല, പകരം ചോദിക്കാനല്ല വന്നത്. അതിനാൽ ആളല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല, മറിച്ച് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ സഹോദരന്മാരെ.
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ജ്യേഷ്ഠന്മാരോട്, എന്റെ പൊന്നു ജ്യേഷ്ഠന്മാരെ, കൂടപ്പിറപ്പുകളെ, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെയോ. ഏതു മാത്രമല്ല അള്ളാഹു ഏറ്റവും കരുണയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. ഇതേ വാക്ക് തന്നെയാണ് ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നുള്ള ജനങ്ങളോട് പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ. ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരോട് പറഞ്ഞത്. ഇനിയാണ് വിഷയത്തിലേക്ക്. എന്നിട്ടോ അഹുൽ കരീം, അപ്പൊ അവർ പറഞ്ഞെന്താ? അഹുൽ കരീം, നിങ്ങൾ നല്ല മാന്യനായ വ്യക്തിയാണ് അല്ലെ? റസൂലുള്ളാഹിയുടെ മക്കക്കാർ പറഞ്ഞ വാക്കുന്ന നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അതേ വാക്ക് റസൂലുള്ളാഹി പറഞ്ഞപ്പോ മക്കക്കാർ മുഴുവനും പറഞ്ഞു, അഹുൽ കരീം, അങ്ങ് മാന്യനായ ഒരു മകനാണ്, ഒരു മനുഷ്യനാണ്. പോരാ, ഇബ്രാഹിം കരീം, അബിൻ കരീം, മാന്യനായ പിതാവിന്റെ മകനുമാണ്. മുഹമ്മദ് അങ്ങ് മാന്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, അഹുൽ ഇബ്നു കരീം, മാന്യനായ മക്കയിലെ കുലപ്രമാണിയായ ഏറ്റവും നല്ലവനായ അബ്ദുള്ളയുടെ മകനാണ് തങ്ങളെന്ന് അവർ കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞു പോയി. എന്താ കാരണം? ഇദ്ഹബു ഫഅൻതും തുലഖാ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അതേ വാക്കിൽ നിങ്ങൾ അല്ലേ? നിങ്ങൾ നിർഭയത്വത്തോടു കൂടി ഒരു കാര്യമില്ല, നിങ്ങളൊരു പകയോ വിദ്വേഷമോ ഇല്ല, അതോടുകൂടി നിങ്ങൾക്ക് പോകാം. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. അതുപോലെ നബിതങ്ങളും മക്കക്കാരോട് പറഞ്ഞു. ഇതിന്റെ എന്നെയാണ് ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഇത് റമദാനുകളിൽ നിന്ന് വന്നുള്ളത്. അതിലേക്ക് വരാം. ഇത്ര നേരെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് ഉസ്താദ് ഇത് റമദാനായിട്ട് വന്നപ്പോ ചോദിക്കൂലേ? അതിലേക്ക് വരാം. ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്ന മഹാനവറുകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം റമദാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ വിഷയം. ഈ റമദാനും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തമ്മിലുള്ള ബന്ധം എന്താ? അതിലേക്കാണ് വിഷയം. ഞാൻ ആദ്യം ഓതി വെച്ചില്ലേ, 11 സൂര്യന് എല്ലാ ഗാലക്സികളും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുന്ന രംഗമല്ലേ കണ്ടത്. 12 11 പേരും ഒന്നിന് സുജൂദ് ചെയ്യുന്ന രംഗമാണ് കണ്ടത്. ഇതുപോലെയാണ് ഇബ്നു ജൗസി തങ്ങൾ പറയുകയാണ്, റമദാന ബൈന ശുഹൂർ, റമദാന ബൈന ശുഹൂർ, റമദാൻ മറ്റുള്ള മാസങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം ഏതുപോലെയാണെന്നറിയോ? ഏതുപോലെയാ? യൂസുഫ് ബൈന ഇഖ്വതിഹി, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരന്മാരും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ, ഇതുപോലെയാണ് റമദാനും മറ്റുള്ള മാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞ് വെച്ചത് കണ്ടോ നിങ്ങൾ? അവിടെ ഇബ്നു ജൗസി തങ്ങൾ പറയുകയാണ്, റമദാൻ ബൈന ശുഹൂർ, മാസങ്ങൾക്കിടയിൽ റമദാന്റെ പ്രത്യേകത, റമദാന്റെ പരിഗണന, റമദാന്റെ വ്യത്യാസം. യൂസുഫ ബൈന ഇഖ്വതിഹി, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരന്മാർക്കിടയിൽ യൂസുഫിന്റെ പ്രത്യേകത എന്താണോ അതുപോലെയാണ് മറ്റുള്ള മാസങ്ങൾക്കിടയിൽ റമദാന്റെ പ്രത്യേകത എന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുക. അവിടെ ഒന്നുകൂടി പറഞ്ഞു, ഉമ്മമാരെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫലാ തഖ്തുലൂ ഫലാ തൽഖൂ ഫി ഹയാബത്തിൽ ജുബ് വലാ തബിഹു ബിസമനിൻ ബഖ്ദിൻ ദറായിമ മഅദൂദ. ഇതിനോട് ചേർത്ത് വായിക്കുക. തദ്ദേശപര ഫലാ തഖ്തുലൂ, ആ റമദാൻ നിങ്ങൾ കൊല്ലാൻ പാടില്ല. യൂസുഫിനെ കൊല്ലാൻ കൊണ്ടുപോയതുപോലെ കൊല്ലാൻ കൊണ്ടുപോയിട്ട് യൂസുഫിനെ കൊല്ലാൻ പറ്റിയിട്ടില്ലല്ലോ. അതുപോലെ റമദാൻ നമ്മൾ കൊല്ലാൻ നോക്കിയിട്ട് കാര്യമില്ല. റമദാൻ മരിക്കൂല. അള്ളാന്റെ മാസമാണ് റമദാൻ, ഉമ്മത്തിന്റെ മാസമാണ്. അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പരിഗണിക്കാതെ മാറി നിൽക്കുകയാണ്. അതിനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. പൊട്ടക്കട്ടിൽ കൊണ്ടുപോയി ആ റമദാനിൽ നിങ്ങൾ ഇട്ടുകൊടുക്കാനും പാടില്ല, അതിനെ പായാക്കാൻ പാടില്ല. യൂസുഫ് അലൈഹിസ്സലാത്തു
വസ്സലാമിനെ 12 പേര് ബാക്കിയുള്ള ആൾക്കാർ കൊണ്ടുപോയി പൊട്ടക്കണ്ണിലിട്ടില്ലയോ? അല്ലാഹു രക്ഷപ്പെടുത്തിയില്ലയോ? അതുപോലെ റമദാനിൽ നിങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കണ്ണിലേക്ക് താഴ്ത്തല്ലേ എന്ന് മഹാനവറുകൾ പറയുകയാണ്. വലാ തബിഹു ബിസമനി ബഖ്സിൻ വദറാഹിമ മാലൂദ. പുറന്ന തുച്ഛമായ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി, ദുനിയാവിന്റെ ആഡംബരത്തിന് വേണ്ടി, ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി തുച്ഛമായ വിലക്ക് നിങ്ങൾ റമദാനിനെ വിൽക്കല്ലേ എന്ന് മഹാനവറുകൾ പറയുകയാണ്. റമദാനിനെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റമദാനിനെ പരിഗണിക്കാതെ, റമദാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് പോവല്ലേ എന്നാണ് മഹാനവറുകൾ പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞത്, റമദാൻ മറ്റുള്ള മാസങ്ങൾക്കിടയിലെ വ്യത്യാസം എന്തുപോലെയാണ്? ചോദിച്ചാൽ പറയണേ, യൂസുഫിന് മറ്റുള്ള സഹോദരന്മാർക്കിടയിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതുപോലെയാണ് റമദാനിന് മറ്റുള്ള മാസങ്ങൾക്കിടയിലുള്ള പ്രത്യേകത, പവിത്രത, വ്യത്യാസം മഹാനായ ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? റമദാൻ, ആ റമദാന്റെ പ്രത്യേകത യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി തട്ടിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെയാണ്. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, മഹാനായ റസൂലുള്ളാഹി ഇബ്നു ഹബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിയപ്പോൾ 3 ആമീൻ പറഞ്ഞു. അതുകൂടി പറയുക, 3 ആമീനാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. എന്തിനാ 3 ആമീൻ പറഞ്ഞത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 3 ദുആ ചെയ്തു. 3 ആമീനെ സ്വാഗതം കേട്ടിട്ടുള്ളൂ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് മിമ്പറിന്റെ 3 പടകളാണ്. ആദ്യത്തെ പട ചവിട്ടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ പടവ് ചവിട്ടുമ്പോഴും പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ പടവ് ചവിട്ടുമ്പോഴും പറഞ്ഞു ആമീൻ. എല്ലാം കഴിഞ്ഞിട്ടല്ലേ സ്വഹാബത്ത് ചോദിച്ച്, നബിയെ എന്തിനാണ് ആമീൻ പറഞ്ഞത്? 3നും 3 ഉത്തരമാണ് ആദരമായ തങ്ങൾ കൊടുത്തത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് നാശമാണെന്ന് ജിബ്രീൽ ദുആ ചെയ്തു. അതിനാണ് ആമീൻ പറഞ്ഞത്. രണ്ടാമത് മാതാപിതാക്കളെ ഭൂമിലോകത്ത് ബുദ്ധിമുട്ടിക്കുന്നവനാരാണോ അവനിക്ക് നാശമാണ് നാശമെന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോ അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത്. 3ാമത്തെ ആമീനിൽ നമ്മൾ പെടാതിരിക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3ാമത്തെ ആമീൻ ഏത് ആമീനാണ്? പരിശുദ്ധ റമദാൻ ആയതുകൊണ്ട് തന്നെ, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ വേദിയായതുകൊണ്ട് തന്നെ, സദസ്സായതുകൊണ്ട് 3ാമത്തെ ആമീൻ ഏതാണ് എൻ്റെ ഉമ്മമാരെ? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദുആ ചെയ്തു, മൻ അദ്റക ശഹ്റ റമദാൻ ശഹ്റ റമദാൻ ഫലം യഗ്ഫിർ വലം യഗ്ഫിർ ലഹു വദഖല അന്നാർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് ആ റമദാനിലെ വേണ്ടതുപോലെ പരിഗണിക്കാതെ അതിന് പൊറുക്കൽ തേടാതെ ഇരിക്കുന്നവന് അവന്റെ നരകം അവന്റെ സമ്മാനമായി ലഭിക്കട്ടെ, അവൻ നരകത്തിൽ കടക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ് സ്വഹാബായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റമദാൻ എന്നിപ്പോ 12ആയി. അല്ലാഹു അനുകൂലമാകുമെന്ന് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മഹാരാജ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ ഇതിലേക്ക് തട്ടിച്ചാണ്. സഹോദരന്മാരുടെ യൂസഫിന്റെ പ്രത്യേകത എന്താണോ അതുപോലെയാണ്. ഇത്രയും 12 മാസങ്ങളിൽ റമദാന്റെ പ്രത്യേകത, ആ യൂസഫിനെ പൊട്ടക്കണ്ണിൽ കൊണ്ടുപോയിട്ടു. പക്ഷേ യൂസഫിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. നഷ്ടമാർക്ക സഹോദരന്മാർക്ക് ഇതുപോലെ റമദാനിനെ നമ്മൾ കൊണ്ടുപോയി പൊട്ടക്കണ്ണിലിട്ടാലും നഷ്ടമാർക്ക ആർക്കാ? നമുക്ക് തന്നെയാണ്. റമദാനിൽ നഷ്ടം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ചരിത്രം അങ്ങനെ വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിനെ വേണ്ടതുപോലെ സ്വീകരിച്ച് ബഹുമാനിച്ച് അതിൽ ഇബാദത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.